ശരിക്കും പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒറ്റയ്ക്കുള്ള വീഡിയോസ് ആണ് 2-3 മാസമായിട്ട് ഇടുന്നത്. അവള് കളഞ്ഞിട്ട് പോയാ? അവളുണ്ട്, 2 പിള്ളേരും സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. മല്ലു ഫാമിലിയെ ഇഷ്ടമുള്ളവരുടെ കമന്റ്സ് മൊത്തവും എവിടെ അമ്മ, എവിടെ വൈഫ്, എവിടെ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇതിന് മുന്നേ വൈഫിന്റെ ഒരു പ്രശ്നം, ഞാനും അവളും പാടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ ഇതുപോലെ ആൾക്കാരൊപ്പേക്ക് ഞാൻ ഡ്രാമ കളിച്ചാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ കുറെ വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവര് പിരിഞ്ഞു, ഡിവോഴ്സ് എന്നൊക്കെ ന്യൂസ് വരുമ്പോഴത്തേക്കും വിഷമം വരൂലേ? അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. ഇപ്പോഴും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പേര് മാറ്റി അവള് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരും കുറെ ആൾക്കാര് മെസ്സേജ് അയക്കണോ, കമന്റ് ഇടണോ. ആൾക്കാർ ഞാൻ പറയാം, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പേര് മാറ്റി വെച്ചിട്ട് അതിന്റെ അർത്ഥം പിരിഞ്ഞു എന്നാണ്. ഇടപെട്ടിരിക്കുന്ന നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ? നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസിന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറയില്ല. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. ശരിക്കും കൂടെ നിൽക്കുന്നവർ ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അതിന്റെ പേരിൽ തന്നെ കുറെ നെഗറ്റീവ് കമന്റുകളും കുറെ പ്രശ്നങ്ങളും യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ, കുറെ ആൾക്കാർ ഇങ്ങനെ ചവിട്ടിത്താത്ത നോക്കുമ്പോഴും ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഇന്നലെ മല്ലു ഫാമിലി സുജിനും പൊന്നൂസും വിവാഹമോചന വാർത്ത പങ്കുവച്ചെത്തിയപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന പലർക്കും അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഫോർച്യൂണറിന് വേണ്ടിയുള്ള പുതിയ നാടകം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുമുണ്ട്. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ.